എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വളരെ അപ്രതീക്ഷിതമായി രാജിവെച്ചിരിക്കുകയാണ്. രാജ്യമെങ്ങും നടക്കുന്ന നീറ്റ് പരീക്ഷാ വിവാദവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമാണ് ഈ രാജിക്ക് കാരണം എന്നാണ് പുറത്തുവരുന്ന പ്രധാന വാർത്തകൾ. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ രാജിയെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം അതല്ല എന്നാണ് അവരുടെ നിഗമനം. വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത്രയേറെ അക്രമാസക്തമാകുന്ന സാഹചര്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചത് RSS ആണ് എന്നതാണ് അവർ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ ദിവസങ്ങൾക്ക് മുൻപ് RSS തലവൻ മോഹൻ ഭാഗവത് നടത്തിയ ഒരു സുപ്രധാന പ്രസ്താവന അതൊരു വെറും ഉപദേശമായിരുന്നില്ല, മറിച്ച് സർക്കാരിനും മന്ത്രിക്കും നേരെയുള്ള RSSന്റെ കണ്ണുരുട്ടൽ തന്നെയായിരുന്നു. എന്തായിരുന്നു ആ പ്രസ്താവന? ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് അതാണ്. ആദ്യം മന്ത്രിസ്ഥാനം രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി നിയമക്കുരുക്കുകൾ പെടാതിരിക്കാനും രാജ്യവിരുദ്ധ ശക്തികൾ ഈ പ്രക്ഷോഭങ്ങളെ മുതലെടുക്കാതിരിക്കുവാനും താൻ സ്ഥാനം ഒഴിയുന്നു എന്നതാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. താൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കൈകാര്യം ചെയ്തതിൽ കേന്ദ്ര സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കും വലിയ വീഴ്ച പറ്റി എന്ന് RSS കൃത്യമായി വിലയിരുത്തിയിരുന്നു. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ RSS തലവൻ മോഹൻ ഭാഗവത് നടത്തിയ പ്രസ്താവന. അദ്ദേഹം അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നത്തെ പുതിയ തലമുറ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. പഴയതുപോലെ അവരോട് കൽപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അവരുമായി സംവദിക്കണം. ഡൽഹിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായി വന്നതാണ് ഈ പ്രസ്താവന എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. വിദ്യാർത്ഥികളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സർക്കാരിന്റെ നയത്തോടുള്ള RSSന്റെ കൃത്യമായ അതൃപ്തിയായിരുന്നു അത്. നാഗ്പൂരിൽ നിന്നുള്ള ഈ സന്ദേശം ധർമ്മേന്ദ്ര പ്രധാനുള്ള ഒരു അന്ത്യശാസന കൂടിയായിരുന്നു. നീറ്റ് അഴിമതിക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കും നടത്തിയ ഈ സമരം രാജ്യമെങ്ങും വലിയ ജനവികാരം ഉണ്ടാക്കിയിരുന്നു. യുവ വോട്ടർമാർക്കിടയിൽ BJPക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് RSS തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് മോഹൻ ഭാഗവതിന്റെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെ RSSന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി ധർമ്മേന്ദ്ര പ്രധാൻ രാജി പ്രഖ്യാപിച്ചത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുറത്ത് വിദ്യാർത്ഥികളുടെ പോരാട്ടം ആയിരുന്നു എങ്കിലും രാജിയുടെ യഥാർത്ഥ മാസ്റ്റർ ബ്രെയിൻ മോഹൻ ഭാഗവതിന്റെ ആ പ്രസ്താവനയും RSSന്റെ ഇടപെടലുമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സമരം കൊണ്ടാണോ അതോ RSSന്റെ ഇടപെടൽ കൊണ്ടാണോ മന്ത്രി രാജിവെച്ചത്? താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.